പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ദൈവവചനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഭൗതികമായ വിഷയത്തിൽ സമ്പന്നനാകാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ആരെങ്കിലും കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ എല്ലാവരേക്കാൾ അധമന്മാരാണെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-19 വാക്യം പറയുന്നു. തിമോഥെയോസിന് എഴുതിയ ലേഖനം 4 അധ്യായം 8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവഭക്തി ഈ ലോകത്തിലും വരുവാനുള്ളതിനും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതത്രേ. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. അതിനാൽ നാം എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് വിശ്വാസികളെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നാം അധ്വാനിക്കണം, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരും. യേശു എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ 10,000-കണക്കിന് ആളുകൾ യേശുവിനെ എന്നും തിരക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സക്കായി എന്നു പേരുള്ള ചുങ്കക്കാരൻ പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവൻ ധനികനായ മനുഷ്യനായിരുന്നു. അവൻ പൊക്കം കുറവായിരുന്നത് കൊണ്ട് ജനക്കൂട്ടം നിമിത്തം യേശുവിനെ കാണുവാൻ അവന് പ്രയാസമായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിനെ കാണണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അവൻ മുമ്പോട്ട് ഓടി. യേശു വരുന്ന വഴി ഇന്ന വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഴിയുടെ സൈഡിലുണ്ടായിരുന്ന ഒരു കാട്ടത്തിമേൽ അവൻ കയറി. അവൻ കാട്ടത്തിയുടെ ഇലകൾക്കും മറിഞ്ഞു. അവൻ മനസ്സിലിങ്ങനെ വിചാരിച്ച് കാണും, എനിക്ക് യേശുവിനെ കാണാം, എന്നാൽ യേശുവിൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും എന്നെ കാണാൻ കഴിയത്തില്ല. അത്രയും അവൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് അവൻ മനസ്സിൽ വിചാരിച്ച് കാണും. എന്നാൽ യേശു അതുവഴി കടന്നു വന്നു. വൃക്ഷത്തിൻ്റെ താഴെ വന്നപ്പോൾ അവൻ നേരെ മൂലയ്ക്ക് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, എനിക്കിന്ന് നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സക്കായിയുടെ ഹൃദയത്തിലുള്ള ചിന്ത ഇപ്രകാരമായിരിക്കാം: ദൈവമേ, എത്ര അത്ഭുതമായിരിക്കുന്നു! ഈ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ കർത്താവ് എന്നെ പേര് വിളിച്ചിരിക്കുന്നല്ലോ. എൻ്റെ പേര് അവൻ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെ ഇതിനു മുമ്പ് എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു? എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ അവൻ കണ്ടിരിക്കുന്നു. എന്നെ സ്നേഹപൂർവ്വം അവൻ വിളിച്ചിരിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ അവൻ താല്പര്യം വെച്ചിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എത്ര അധികമായി കർത്താവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നിരിക്കുന്നു. സക്കായി വളരെ വേഗം വൃക്ഷത്തിന് താഴെ ഇറങ്ങി. യേശു അവനോടുകൂടി അവൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ സക്കായി പറഞ്ഞു, ഞാൻ എൻ്റെ വസ്തുവകളിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ആരോടൊക്കെ എന്തൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം 4 ഇരട്ടിയായിട്ട് ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഞാൻ കാണാതെ, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനായിട്ടാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയമുള്ളവരെ, സക്കായുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അന്യായമായി നമ്മുടെ കൈവശം വല്ലതുമുണ്ടെങ്കിൽ നമ്മളത് അർഹിക്കുന്നവർക്ക് മടക്കി കൊടുക്കണം. നമ്മൾ വിട്ടുപിരിയാനാവാത്ത ഏതെങ്കിലും പാപ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ
നമ്മൾ പൂർണ്ണമായും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അർഹതയില്ലാതെ ആരോടെങ്കിലും പിടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വസ്തുവകൾക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് നാം ക്ഷമ ചോദിക്കേണ്ടതിനും ക്ഷമ ചോദിക്കുകയും മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്കുകയും, അഥവാ മടക്കി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്ത് നിരപ്പായിക്കൊണ്ട് നാം സകല മനുഷ്യൻ്റെ ഇടയിലും നിഷ്കളങ്കരായി നടക്കണം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. നാം ഉപേക്ഷിക്കാൻ കഴിയാത്ത അന്യായമായ എന്തെങ്കിലും നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എത്രമാത്രം ദൈവത്തെ നിലവിളിച്ച് അപേക്ഷിച്ചാലും അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, പ്രിയപ്പെട്ടവരെ. അയാൾ സക്കായി നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകപ്രകാരം നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ക്രിസ്തുവിനോട് ഒരു ആത്മാവായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.